അപ്പോൾ സ്റ്റോപ്പ് സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷിയ ബട്ടറും ഗോട്ട് മിൽക്കും വെച്ചിട്ടുള്ള ഒരു ഗ്ലിസറിൻ്റെ സോപ്പാണ്. അത് ഗ്ലിസറിൻ്റെ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾ ഷിയ ബട്ടറും ഗോട്ട് മിൽക്കും ഉപയോഗിച്ച് എങ്ങനെയാണ് ഗ്ലിസറിൻ സോപ്പിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ അതിലേക്ക് നമ്മൾ 2 ഷെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. പകുതി ഗോട്ട് മിൽക്കും പകുതി ഷിയ ബട്ടറുണ്ട്. അപ്പോൾ 2 കളറായിട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ഗ്ലിസറിൻ്റെ ബേസ്, അതേപോലെ കളറ്, ഫ്രാഗ്രൻസ്, അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കോൺടാക്ട് ചെയ്തോട്ടാ. പിന്നെ നിങ്ങൾക്ക് സോപ്പുകൾ, ഓയിൽ സോപ്പ്, ഗ്ലിസറിൻ സോപ്പ്, അതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതുപോലെ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവുന്നൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ മനസ്സിലാവണില്ലെങ്കിലും ഒന്ന് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗം എന്ന് വെച്ചാൽ അത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയിലേക്ക് എടുത്താലോ. അപ്പോൾ നമ്മൾക്ക് അതിലേക്കൊരു 400 ഗ്രാമാണ് നമ്മൾ ഉണ്ടാക്കാൻ ബേസ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളതിലേക്ക് ഒരു 200 ഗ്രാം ആദ്യം ഉണ്ടാക്കുക. നമ്മൾ 2 ഷെയ്ഡായിട്ടല്ല ഉണ്ടാക്കുന്നത്, ഡബിൾ ഷെയ്ഡായിട്ട്. ഓക്കെ, നമ്മളൊരു 200 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, നല്ല ബേസാട്ടോ, നല്ല ക്ലിയർ ബേസാണ്, നല്ല കട്ടിയും നല്ല ഇതൊക്കെ ഉള്ളതാണ്. ഞാൻ ഇതാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത്, സെയിൽ ചെയ്യുന്നത്. നല്ല ബേസുകൾ മാത്രമേ നമ്മൾ കൊടുക്കണുള്ളൂ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ബേക്കറിലിട്ടിട്ട് സോപ്പ് ഉണ്ടാക്കി കാണിച്ചു തരാം. വേണ്ട, നല്ല ക്ലിയറാണ് ബേസ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്താൽ പെട്ടെന്ന് മെറ്റാവും, അതുകൊണ്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ടാ ബേസ് വെച്ചു. ബേസ് നന്നായിട്ട് മെൽറ്റാവട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ബേസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഗോട്ട് മിൽക്ക് ചേർക്കാം. ഗോട്ട് മിൽക്ക് 10 മില്ലി ചേർക്കാം കേട്ടോ. അതായത് 2 സോപ്പല്ല നമ്മൾ ഉണ്ടാക്കണം, അപ്പോൾ അത് 10 മില്ലി. എന്നിട്ട് നമുക്ക് ഇതിനൊരു കളർ കൊടുക്കാം, നല്ലൊരു കളർ. 2 ഷെയ്ഡാക്കുമ്പോൾ ഇത്തിരി കളർ വേണ്ടേ. അതിൽ നമ്മൾ വൈറ്റമിൻ ഇ ഒരു ഡ്രോപ്പ് ചേർത്താൽ മതി. ഒരു വൈറ്റമിൻ ഇ ഒരു ഡ്രോപ്പ്സ് ചേർക്കുന്നുണ്ട് കേട്ടോ. പിങ്ക് കളർ ചേർക്കാം, ഇത്തിരി കട്ടിൽ ചേർക്കാം കേട്ടോ, നല്ല കാണുമ്പോൾ ഭംഗിൻ്റെ അവള്. ഒരു 3 തുള്ളി ചേർത്തോട്ടോ. എന്നിട്ട് നമ്മൾ ഈ സോപ്പിനെ 2 മുറിക്കും. എന്നിട്ടാണ് നമ്മൾ അടുത്ത കളർ ആഡ് ചെയ്യുക, അതായത് നമ്മുടെ ഷിയ ബട്ടർ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് നമ്മളത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിൽ സ്മെല്ല് ആഡ് ചെയ്യാം. സ്മെല്ല് നമുക്ക് ബേബി ഫ്രാഗ്രൻസ് കൊടുക്കാം. ഓക്കെ, ഒരു 5 മില്ലിക്ക് താഴെ ചേർത്താൽ മതിട്ടാ. ഇനി നമ്മൾ നമ്മുടെ മോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മോട്ടൊക്കെ എല്ലാവരും കഴുകി വയ്ക്കുക, എന്നിട്ടാണ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നമ്മുടെ റബ്ബിങ് ആൽക്കഹോൾ അടിച്ചു കൊടുക്കുക. നല്ല ക്ലിയറായി. ഇനി നമ്മളൊരു 2 മണിക്കൂർ കഴിയുമ്പോഴും 2 കഷ്ണമായിട്ടാണ് മുറിക്കും. എന്നിട്ട് അതിനെ ഒരെണ്ണം ഇതും വയ്ക്കും, ഒരെണ്ണം ഇതും വെച്ചിട്ട് അടുത്ത കളർ ആഡ് ചെയ്യും. അപ്പോൾ ഡബിൾ ഷെയ്ഡായി. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് കാണാം. അപ്പോൾ നമ്മുടെ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് സെറ്റായിട്ട് കേട്ടോ. നമുക്കിത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടേ നല്ല ക്ലിയർ ആട്ടോ. മിഠായി പോലത്തെ സോപ്പ്, മിഠായി പോലത്തെ നല്ല കട്ടിയുണ്ട് കേട്ടോ. നമ്മുടെ ബേസ് മേടിച്ച ആൾക്കാരൊക്കെ ഫോട്ടോ അയച്ചു തന്നുണ്ട്, നല്ല ബേസാന്ന് പറഞ്ഞിട്ട്. സെൻറ്റർ തന്നെ വെച്ചിട്ട് മുറിയാൻ പോവുക. ഇടാ, നമ്മൾ സെൻറ്റർ മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെ തന്നെ പകുതി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ പകുതി വേറെ കളർ വയ്ക്കുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഷിയ ബട്ടർ ഉണ്ടാക്കാം. 200 ഗ്രാം എടുത്തിട്ട് കേട്ടോ. അതെ, ഇനി അത് മെൽറ്റായതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബേസ് നന്നായിട്ട് മെൽറ്റായിട്ട് നമുക്ക് ഷിയ ബട്ടർ ചേർക്കാം. 10 ഗ്രാം ചേർത്താൽ മതിട്ടാ. ഇപ്പം നമ്മൾ 10 ഗ്രാം ഷിയ ബട്ടർ ചേർത്തിട്ടുണ്ട് കേട്ടോ. 10 ഗ്രാം ചേർത്ത് ഇനി നമുക്ക് അതിലേക്ക് കളർ ചേർക്കാം. ഗ്രീൻ ചേർക്കാം, 5 തുള്ളി നമ്മൾ ഗ്രീൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കളർ, ഇഷ്ടമുള്ള സ്മെല്ലൊക്കെ ചേർക്കണം. ഇതിന് പ്രത്യേക സ്മെല്ലുകളൊന്നും ഇല്ല. ഞാൻ ഈ ഇതിലേക്ക് ഓറഞ്ചിൻ്റെ ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ബേബിയിലല്ലേ ചേർത്ത്, ഇപ്പം ഇനി ഓറഞ്ച് ചേർക്കാം കേട്ടോ. ഒരു മൂടി ചേർക്കാം. നമുക്ക് ഏകദേശം ഒരു മൂടി എന്ന് പറയുന്നത് ഒരു 5 മില്ലി വരും. അപ്പോൾ അത് കേട് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സോപ്പിൻ്റെ അപ്പുറത്തേക്ക് വരില്ല. നമ്മൾ ഒഴിക്കുമ്പോൾ മറ്റേ പഴയ സോപ്പില്ല, അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഓട്ട തുറച്ചോളൂ കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പിടിക്കും, പിന്നെ അത് വിട്ടുപോയില്ല. അതിൻ്റെ ചില വിട്ടുപോലുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സെറ്റ് ചെയ്തിട്ട് കേട്ടോ നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, അപ്പോളേ നമ്മുടെ ഗോട്ട് മിൽക്ക് ഷിയ ബട്ടറിൻ്റെയും ഗ്ലിസറിൻ ബേസൊക്കെ സെറ്റ് ആയിട്ട് നമുക്ക് അതിന് എടുക്കാം.
ആദ്യം നമ്മൾ സോപ്പ് 1 മണിക്കൂർ കഴിയുമ്പോൾ എടുക്കുക, എന്നിട്ട് കട്ട് ചെയ്യുക, അപ്പുറത്തെ ലെയറിൽ ഒഴിക്കുക. അങ്ങനെ 2 ലെയർ 3 ലെയറൊക്കെ ഉണ്ടാക്കുക കേട്ടോ. കണ്ടില്ലേ? അപ്പോഴേ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഇന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. പിന്നെ ആർക്കെങ്കിലും നല്ല ബേസ് കളർ ഫ്രാഗ്രൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്കൊക്കെ റേറ്റ് കുറവിന് തരാം. മാക്സിമം എനിക്ക് കിട്ടണ പോലെ നിങ്ങൾക്ക് തരാം. ഓക്കെ. പിന്നെ വേറെ സോപ്പ്, ഓയിൽ സോപ്പും ഗ്ലിസറിൻ സോപ്പൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു എന്നോട് ഡയറക്റ്റ് വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് തരാം കേട്ടോ. ഏറ്റവും നല്ല സോപ്പുകളാണ്. നമ്മൾ ഒലിവ് ഓയിലും വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന സോപ്പുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതൊക്കെ റേറ്റ് കുറവിന് ഞാൻ തരാം. ഓക്കെ. എൻ്റെ ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.